ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ കൊക്കോവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് കടലമാവും അതുപോലെ 1 കപ്പ് വറുത്ത അരിപ്പൊടി അരിച്ചെടുത്തതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞത് അത് നന്നായി ചതച്ച് അല്ലെങ്കിൽ അരച്ചോ എടുത്തിട്ട് അതിൽ വെള്ളം ചേർത്ത് ആ വെള്ളം അരിച്ചെടുത്തതാണിത്. അത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കടലമാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ ഒരു പരുവത്തിലാക്കി നമുക്കെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി കുഴച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സേവനാഴിയിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലും വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ മാവ് സേവനാഴിയിലിട്ട് തയ്യാറാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണിത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് വറുത്തെടുക്കുന്നത്. കറിവേപ്പില ആദ്യം വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുമ്പോൾ ആ കറിവേപ്പിലയിലുള്ള ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് പിടിക്കും. ഇപ്പോൾ നമ്മുടെ കറിവേപ്പില നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സേവനാഴിയിലെ കൊക്കോവടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് നമ്മൾ സേവനാഴിയിലൂടെ പിഴിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ മാവ് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനായിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് മറച്ചിട്ട് വേവിക്കണം. അല്ലെങ്കിൽ വേവ് ഒരുപോലെ ആവില്ല 2 സൈഡും. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വേണം ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അതിന് ശേഷം ഒന്ന് മറച്ചിട്ടെടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോരി മാറ്റുന്ന സമയത്ത് തീ കൂട്ടിയിട്ടിട്ട് വേണം നമ്മളിത് കോരിയെടുക്കാൻ. അപ്പോൾ അതിൽ അധികം എണ്ണ പിടിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ കൊക്കോവട നന്നായിട്ട് മൂത്ത് വരുന്നിട്ടുണ്ട്. ഇനി നമ്മളത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് വരുമ്പോൾ സ്നാക്കായിട്ട് നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ഇതുപോലെയുള്ള കൊക്കോവട മിച്ചറൊക്കെ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൊക്കോവട ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായ രീതിയിലാണ് നമ്മൾ കൊക്കോവട തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മൾ എരിവുള്ള മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള കൊക്കോവട നമ്മളോട് തയ്യാറാക്കിയിട്ടുണ്ട്. കൊക്കോവട നമ്മുടെ ആവശ്യത്തിനുള്ള നീളം അനുസരിച്ച് നമ്മളത് മുറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറിവേപ്പില വറുത്ത് കോരി വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കായപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.